ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ ഏറ്റവും പുതിയ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഖാദി ബോർഡ് LDCയുടെ ഒരു ഫൈനൽ കീ വന്നു. ഖാദി ബോർഡ് LDCയുടെ ഫൈനൽ കീ വന്നു. അതുപോലെ LP UPയുടെ ഫൈനൽ കീയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഖാദി ബോർഡ് LDC ഉൾപ്പെട്ട സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ PSC തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ LP UP അടക്കമുള്ള മറ്റ് തസ്തികകളുടെ സാധ്യതാ പട്ടികയും പ്രസിദ്ധീകരിക്കാൻ PSC തയ്യാറായിരിക്കുന്നതാണ്. അതായത് ഖാദി ബോർഡ് LDCയുടെ ഷോർട്ട് ലിസ്റ്റ് ഇതാ നമുക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഇതിന്റെ ഫൈനൽ കീ വന്നു, മൂല്യനിർണ്ണയം ആരംഭിച്ചു. അപ്പൊ ഉടൻ തന്നെ ഇത് 1-2 മാസം കൊണ്ട് നമുക്ക് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് നമ്മളിലേക്ക് എത്തും. കാരണം ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ PSC യോഗം തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് LP UPയുടെ കാര്യവും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ PSC തീരുമാനിച്ചിരിക്കുന്നു. അതായത് 15 തസ്തികകളുടെ സാധ്യതാ പട്ടികയും ചുരുക്കപ്പട്ടികയും പ്രസിദ്ധീകരിക്കാനാണ് PSC യോഗം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരിക്കുന്നത്. 15 തസ്തികകളുടെ ഏറ്റവും പുതിയ PSCയുടെ ആ ഒരു അറിയിപ്പാണ്. 15 തസ്തികകളുടെ സാധ്യതാ പട്ടികയും ചുരുക്കപ്പട്ടികയും പ്രസിദ്ധീകരിക്കാൻ PSC തീരുമാനിച്ചിട്ടുണ്ട്. അതിലാണ് നമ്മുടെ ഖാദി ബോർഡ് LDCയും അതുപോലെ തന്നെ LP UP തസ്തികകളുടെ ഒക്കെ ഷോർട്ട് ലിസ്റ്റും ചുരുക്കപ്പട്ടികയും ഒക്കെ വരാൻ വേണ്ടി തീരുമാനമായിരിക്കുന്നത്. നമുക്ക് ആ ലിസ്റ്റ് ആ ഒരു PSC യോഗത്തിന്റെ തീരുമാനം നോക്കാം. ഇതാ 2/9 2/9 ചേർന്ന തിരുവനന്തപുരത്ത് ചേർന്ന ആ ഒരു PSC കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആ ഒരു യോഗത്തിലാണ് തീരുമാനമായിരിക്കുന്നത്. അതിൽ ആദ്യം പറയുന്നത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച കാര്യമാണ്. അതായത് മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നേരിട്ടുള്ള നിയമനം, അതുപോലെ NCA ഹിന്ദു നാടാർ, കാറ്റഗറി നമ്പർ 517/2022, 613/2022. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പട്ടികജാതി പട്ടികവർഗം, കാറ്റഗറി നമ്പർ 610/2022. തസ്തികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ഇതിലൊക്കെ ലഭ്യമാണ്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി 2024 സെപ്റ്റംബർ 2 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനമാണ് താഴെ പറയുന്ന തസ്തികകളിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ്. സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും. അതിലൊന്നാമതായി പറയുന്നത് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കാഷ്യർ അല്ലെങ്കിൽ ക്ലർക്ക് കം അക്കൗണ്ടന്റ് 2ാം ഗ്രേഡ് അസിസ്റ്റന്റ് നേരിട്ടുള്ള നിയമനമുണ്ട്. NCA ഉണ്ട്, പട്ടികജാതി ഉണ്ട്. കാറ്റഗറി നമ്പർ NCA പട്ടികജാതിയാണ്. കാറ്റഗറി നമ്പർ 54/2022, 46/2023. നിങ്ങൾ മനസ്സിലാക്കുക, ഖാദി ബോർഡ് LDCയുടെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് PSC യോഗ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് പെട്ടെന്ന് തന്നെ ഖാദി ബോർഡ് LDCയുടെ ആ ഒരു സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ PSC യോഗം തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഏകദേശം ഫൈനൽ കീ വന്നു, മൂല്യനിർണ്ണയമൊക്കെ ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനൊരു യോഗ തീരുമാനം കൂടി നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ LD ക്ലർക്കിന്റെ ആ ഒരു സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും. അതുപോലെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2, അതായത് സൊസൈറ്റി കാറ്റഗറിയാണ് പാർട്ട് 2. അതുപോലെ തന്നെ നമുക്കിവിടെ ജനറൽ കാറ്റഗറി ഉണ്ട്, രണ്ടും ഉണ്ട്. സൊസൈറ്റി കാറ്റഗറിയും ജനറൽ കാറ്റഗറിയും ഇതിന്റെ ഈ ഒരു ലിസ്റ്റ് ചുരുക്ക സാധ്യതാ പട്ടിക കൂടി പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ LD ക്ലർക്ക്, ലോവർ ഡിവിഷൻ ക്ലർക്ക് LD ക്ലർക്ക്, അത് സൊസൈറ്റി കാറ്റഗറിയിലാണ്. അത് 1ാം NCA ഈഴവ, തീയ, ബില്ലവ തുടങ്ങിയ വിഭാഗങ്ങളിലേക്ക് 454/2023 പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സൊസൈറ്റി കാറ്റഗറി ആണെന്ന് ഓർക്കുക. ഈ 4 സാധ്യതാ പട്ടികകളാണ് പ്രസിദ്ധീകരിക്കാൻ PSC യോഗം തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. 4 സാധ്യതാ പട്ടികകൾ. ഇനി ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനും PSC തീരുമാനിച്ചിട്ടുണ്ട്. ചുരുക്കപ്പട്ടിക ഷോർട്ട് ലിസ്റ്റും പ്രോബബിലിറ്റി ലിസ്റ്റും ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒന്നാമതായിട്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൂപ്രണ്ടായിട്ടാണ്. അത് കാറ്റഗറി നമ്പർ 270/2020 ആണ്. അതുപോലെ രണ്ടാമതെന്ന് പറയുന്നത് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ റിസർച്ച് അസിസ്റ്റന്റ്, അത് കെമിസ്ട്രിയിൽ റിസർച്ച് അസിസ്റ്റന്റ്, കാറ്റഗറി നമ്പർ 570/2023. അതുപോലെ 3 സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇൻ പ്രിന്റിംഗ് ടെക്നോളജിയിലാണ്. അത് 246/2023 ആണ് കാറ്റഗറി നമ്പർ. അതുപോലെ 4ാമതായി വരുന്നത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചറർ ഇൻ ആർട്സ്, ഹിസ്റ്ററി ആൻഡ് എസ്തെറ്റിക്സ് ആണ്. അത് 495/2023. അപ്പൊ 4 തസ്തികകളിലേക്ക് ചുരുക്കപ്പട്ടിക കഴിഞ്ഞിട്ടില്ല. അടുത്തതാണ് പ്രധാനം. ഇതാ 5ാമത്തത് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ LP
സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 709/2023 709/2023 LP സ്കൂൾ ടീച്ചർ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിലെ LP സ്കൂൾ ടീച്ചർ. അതിലെന്താണ് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ചുരുക്കപ്പട്ടിക ഷോർട്ട് ലിസ്റ്റ്. കാരണം നമുക്കറിയാം ഈ ഒരു മാസം അല്ലെങ്കിൽ ഒക്ടോബറോടെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നാൽ നവംബർ, ഡിസംബർ, ജനുവരി ഈ ഒരു 3 മാസം കൊണ്ടെന്താണ് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡും അതുപോലെ തന്നെ ഇതിന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കണം. ഈ ഇന്റർവ്യൂ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ഇന്റർവ്യൂ ഉണ്ടാവും. ഈ ഒരു സമയം ആ ഇന്റർവ്യൂ കഴിഞ്ഞ് അതിന്റെ ഒരു എന്താണ് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തോടെ പിന്നെ റാങ്ക് ലിസ്റ്റ് ഏപ്രിൽ അതായത് മെയ് മാസം 30-31 തീയതിയിലാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പല ജില്ലകളിലും അവസാനിക്കുന്നത്. അതുകൊണ്ട് അന്ന് റാങ്ക് ലിസ്റ്റ് വരുന്ന രീതിയിലായിരിക്കും പുതിയ ഷോർട്ട് ലിസ്റ്റ് പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. അപ്പൊ ആ ഒരു സമയത്തിന് അകം എന്താണ് ഇതിന്റെ മറ്റ് ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ നടക്കണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് PSC യോഗം തീരുമാനിച്ചിട്ടുമുണ്ട്. ഇനി 6ാമത് നോക്കുക, വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം 707/2023 LP മാത്രമല്ല UP സ്കൂളിന്റെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനും PSC യോഗം തീരുമാനിച്ചിരിക്കുന്നു. ഇത് നമുക്കറിയാം ഒക്ടോബറോടെയാണ് പല ജില്ലകളിലും UP സ്കൂൾ ടീച്ചറിന്റെ ഇത് കഴിയുന്ന മലപ്പുറം അടക്കമുള്ള ജില്ലകൾ ഒക്ടോബർ 10 എന്താണ് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം, ഒക്ടോബർ 10. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടികളൊക്കെ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് അപ്ലോഡും ഇതിന്റെ ഇന്റർവ്യൂവും മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഏകദേശം വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടണം. അങ്ങനെയാണത് പോകുന്നത്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക. അപ്പൊ ഇത് രണ്ടിന്റെയും LP സ്കൂൾ ടീച്ചറും UP സ്കൂൾ ടീച്ചറും എന്താണ് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ കോട്ടയം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൽ വർക്ക് സൂപ്രണ്ട് കാറ്റഗറി നമ്പർ 445/2022 അതിന്റെ ചുരുക്കപ്പട്ടികയും പ്രസിദ്ധീകരിക്കും. അതുപോലെ തൃശൂർ ജില്ലയിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഡ്രൈവർ കം മെക്കാനിക് കാറ്റഗറി നമ്പർ 08/2023 ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. പിന്നെ കേരള വാട്ടർ അതോറിറ്റിയിൽ മൈക്രോബയോളജിസ്റ്റ് ബാക്ടീരിയോളജിസ്റ്റ് നേരിട്ടുള്ള നിയമനവും തസ്തിക മാറ്റം മുഖേന കാറ്റഗറി നമ്പർ 411/2023 412/2023 ഇതിന്റെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനും തീരുമാനമായി. അതുപോലെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ ജനറൽ മാനേജർ പ്രോജക്ട് പാർട്ട് 1 ജനറൽ കാറ്റഗറിയിലേക്ക് കാറ്റഗറി നമ്പർ 498/2023 ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. അതുപോലെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് കാറ്റഗറി നമ്പർ 91/2023 ഈ അസിസ്റ്റന്റ് മാനേജർ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനും PSC യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആകെ 15 തസ്തികകളിലേക്കാണ് സാധ്യതാ പട്ടികയും ചുരുക്കപ്പട്ടികയും പ്രസിദ്ധീകരിക്കാൻ ആര് തീരുമാനിച്ചിട്ടുള്ളത്? PSC യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ചുരുക്കപ്പട്ടികയുമാണ്. ഓക്കെ, അതിലെ ഏറ്റവും പ്രധാനമായ ഗാദി ബോർഡ് LDC ഉണ്ട്. LP UP സ്കൂൾ ടീച്ചർ അടക്കമുള്ള പ്രധാന തസ്തികകളിലേക്ക് ഇതിലേക്ക് സാധ്യതാ പട്ടികയും LP UPയിലേക്ക് ചുരുക്കപ്പട്ടികയും പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നടപടിക്രമങ്ങളിലൊക്കെ ഇനി വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങളൊക്കെ പരീക്ഷ എഴുതിയവരാണെങ്കിൽ മറ്റ് അപ്ഡേറ്റ്സുകളൊക്കെ എന്ത് ചെയ്യുക, കാത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം പറയുകയാണ്. നിങ്ങളുടെ ഗാദി ബോർഡിന്റെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ലിസ്റ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ വരും. അതുപോലെ തന്നെ LP UPയുടെയും പെട്ടെന്ന് തന്നെ 1-1.5 മാസം കൊണ്ട് ചിലപ്പോൾ വരും. അപ്പൊ അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തുക. ഓക്കെ, അതുപോലെ LP UP ഒക്കെ എഴുതിയ ആൾക്കാർ മറ്റ് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളും അതുപോലെ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഈ ഒരു കാര്യമാണ് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതാണ് നമ്മുടെ പ്രോത്സാഹനം എന്ന് പറയുന്നത്. പിന്നെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ ഒരു പരീക്ഷ എഴുതിയ ആളുകളാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്